ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ പേപ്പർ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള പേപ്പർ പ്ലേറ്റിങ് ഒന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ആരും കളയേണ്ട, നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പ്ലേറ്റിന്റെ സെൻറ്റർ ഭാഗത്ത് കാണുന്ന ഈ ഒരു റൗണ്ട് ലൈൻ ഉണ്ടോ, അത് കൂടി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതായത് സെൻറ്റർ ഭാഗത്തായിട്ട് മുകളിലും താഴെയായിട്ട് ചെറിയൊരു സ്പേസ് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാൻ ഈ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇത് കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട് ഞാനിതാ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ മടക്കി കൊടുത്ത ആ ഒരു ഭാഗത്ത് നിന്ന് മുകളിലത്തെ ഭാഗത്ത് മാത്രം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് താഴോട്ടേക്ക് ഇറക്കി കട്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് വേണമെങ്കിൽ നമുക്കൊന്ന് ഒരു പേപ്പറോ മറ്റോ വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് നമുക്ക് ഡബിൾ ടാപ്പ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചുമരിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് നമുക്ക് നല്ലൊരു വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട്, അതായത് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു പോക്കറ്റിലോട്ട് നമുക്ക് ഇതുപോലുള്ള ഫ്ലവർ ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ സവാളയുടെ തൊലി വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഷോർട്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കയറി കണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പേപ്പർ പ്ലേറ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ എടുത്തു വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി മറക്കണ്ട. നമുക്ക് ഈസി ആയിട്ട് ഒരു ചിലവും ഇല്ലാതെ ഒരു വാൾ ഹാങ്ങിങ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ മെറ്റൽ ടൈപ്പ് ഹാങ്ങറൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനെടുത്ത ഹാങ്ങറും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നമുക്ക് ഈ ഒരു മെറ്റൽ ഹാങ്ങർ ഇതുപോലെ ഒന്ന് ഒടിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത സൈഡും ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ഹാങ്ങറിന്റെ ഹൂക്ക് ഞാൻ ഇതുപോലെ മുകളിലോട്ട് ആക്കി വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ഹാങ്ങർ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ലാപ്ടോപ്പ് ആയാലും പിന്നെ അതുപോലെ തന്നെ ടാബൊക്കെ ആയാലും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇത് നമുക്ക് നല്ലൊരു ലാപ്ടോപ്പിന്റെ സ്റ്റാൻഡ് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. സാധാരണ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ലാപ്ടോപ്പ് വെച്ച് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ലാപ്ടോപ്പിനുള്ളിലെ എക്സോസ്റ്റ് ഫാൻ വർക്ക് ചെയ്താലും കറക്റ്റായിട്ട് ആ ഒരു എയർ പുറത്തേക്ക് പോകാത്ത ഒരവസ്ഥ വരും. അപ്പോൾ ലാപ്ടോപ്പിന്റെ ബാക്ക് ഇതുപോലെ ഒന്ന് പൊക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് എക്സോസ്റ്റ് ഫാൻ വർക്ക് ആവുകയും ചെയ്യും. പിന്നെ ആ ഒരു എയർ ഒക്കെ നന്നായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാപ്ടോപ്പ് അധികമായിട്ട് ചൂടാവുകയും ചെയ്യില്ല. പിന്നെ ഈ ഒരു ഹൂക്കിന്റെ ഭാഗം കറക്റ്റായിട്ട് ആ ഒരു ലാപ്ടോപ്പിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് സ്ലിപ്പായിട്ട് താഴത്തേക്ക് വീഴുമെന്നുള്ള പേടിയും വേണ്ട. പിന്നെ നിങ്ങൾ എടുക്കുന്ന ടൈമിൽ കുറച്ച് കട്ടി കൂടിയ ഹാങ്ങർ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അടുത്ത ടിപ്പും ഈ ഒരു മെറ്റൽ ഹാങ്ങർ വെച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് വളച്ചെടുക്കണം. ഇതുപോലെ അതിന്റെ അടിഭാഗം മാത്രം മുകളിലോട്ട് വരുന്ന രീതിയിൽ ഒന്ന് വളച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഏതെങ്കിലും ആണിയിലോ മറ്റോ ഒന്ന് തൂക്കിയിട്ട് കൊടുക്കാം. ഇതുപോലെ ഡോറിന്റെ ബാക്ക് സൈഡിലുള്ള ചുമരിലോ അല്ലെങ്കിൽ ഷെൽഫിന്റെ ഡോറിന്റെ ബാക്കിലൊക്കെ ആയിട്ട് ഈ ഒരു ഹാങ്ങർ നമ്മൾ തൂക്കിയിടുവാണെങ്കിൽ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ബാഗൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ബാഗൊക്കെ നമുക്ക് ഇതിലോട്ട് ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ക്യാപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ക്യാപ്പൊക്കെ തൂക്കിയിടാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതുപോലുള്ള വലിയ വലിയ സാധനങ്ങൾ, അതായത് ബാഗൊക്കെ പോലുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ നമുക്ക് തൂക്കിയിടാനായിട്ട് ഈ ഒരു ഹാങ്ങർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടാറുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോക്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ആരും കളയേണ്ട, നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്, അതായത് നീളത്തിൽ കേട്ടോ. ഇപ്പം ഞാൻ സോൾഡറിംഗ് മെഷീൻ വെച്ചിട്ട് നീളത്തിലൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് പപ്പടക്കോലോ അല്ലെങ്കിൽ കത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഡബിൾ ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ 4 സൈഡിലായിട്ട് ഡബിൾ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഡബിൾ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്ന ടൈമിൽ അത്യാവശ്യം വെയിറ്റ് താങ്ങുന്ന ഡബിൾ ടാപ്പ് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത്. ഇനി ഇത് നമുക്ക് അടുക്കളയുടെ ചുമരിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ അടുക്കളയുടെ ചുമരിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഇതുപോലുള്ള കത്തികളൊക്കെ ഇട്ട് വെക്കാനുള്ള നല്ലൊരു നൈഫ് ഹോൾഡർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ.
നമ്മൾ നേരത്തെ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടി നമുക്ക് ഇതുപോലെ കത്തികളൊക്കെ ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ കയ്യിലെ കത്തിയുടെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എത്ര കത്തികൾ വേണമെങ്കിലും നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം വെയിറ്റ് ഉള്ളതായതുകൊണ്ട് തന്നെ ഡബിൾ ടേപ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ബോക്സിലായിട്ട് നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഉൾഭാഗം കാണാത്ത രീതിയിൽ വെച്ച് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഇതിപ്പോൾ ട്രാൻസ്പാരന്റ് ആയതുകൊണ്ടാണ് കത്തിയുടെ താഴ്ഭാഗമൊക്കെ കറക്റ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മുകൾ ഭാഗം ഹാൻഡിൽ മാത്രമേ നമുക്ക് പുറമേ കാണുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് എടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലുള്ള ബോക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു അടച്ചു വെക്കുന്ന ഭാഗം നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ഈ ഒരു ഭാഗം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൂ കൊണ്ട് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് 2 തുളയുണ്ട് കേട്ടോ. അപ്പൊ അത് മറക്കാനായിട്ട് ഞാൻ ഇതുപോലെ കാർഡ്ബോർഡ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതുപോലെ കാർഡ്ബോർഡ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള സൈഡിലായിട്ട് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം ഒരു കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എല്ലാ സൈഡും ഇതുപോലെ കാർഡ്ബോർഡ് പീസ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ പേപ്പർ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പേപ്പർ ടേപ്പ് നമുക്ക് ഈ ഒരു രീതിയിൽ, അതായത് നമ്മുടെ ആ ഒരു ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആ ഒരു ഭാഗത്തിന് കണക്കായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ആ ഒരു ഹോളോ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണും. അപ്പോൾ ആ ഒരു സൈഡ് ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പേപ്പർ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പേപ്പർ ടേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ പേപ്പർ ഉണ്ടാവില്ല, ആ ഒരു പേപ്പറിൽ ഒന്ന് ഗമ്മ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ബോക്സിന്റെ 4 സൈഡിലായിട്ട് ഇതുപോലെ പേപ്പർ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ ഡബിൾ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. 4 സൈഡിലായിട്ട് ഡബിൾ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇത് ചുമലിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് നല്ലൊരു വാൾ ഷെൽഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ കയ്യിലെ ഡെക്കോർ പീസൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന ബോക്സ് കൊണ്ട് ഇതുപോലെ പല പല കളറിലായിട്ട് പെയിന്റ് ചെയ്തിട്ട് നമ്മുടെ വാളിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. പിന്നെ ഈ ഒരു ബോക്സിന്റെ സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ പേപ്പർ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ പെയിന്റ് ഒക്കെ അടിക്കുന്ന ടൈമിൽ കറക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇനി ഇതുപോലുള്ള ബോക്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഉറപ്പായും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെ 2-3 ബോക്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ പല കളറിലായിട്ടും നമുക്ക് നമ്മുടെ വാളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വീഡിയോസിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാൻ വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.